ഹലോ കൂട്ടുകാരെ, ഇപ്പോഴും കടന്നെന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ജയപാലൻ രാജേശ്വരിയെ വിളിച്ച് വിവരം പറയുകയാണ്. നിവിൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കുറേ പ്രഹസനം നടത്തി. ഇതൊക്കെ ചെയ്തത് ആ കാവേരിക്ക് വേണ്ടിയിട്ടാണെന്ന് കൂടി നീ ഓർക്കണം രാജി. പിന്നെ അവനൊരു സാധാരണ ഒരു ഗുണ്ടകൾ പെരുമാറുന്നത് പോലെയാണ് അവിടെയൊക്കെ കാണിച്ചത്. നമ്മുടെ നിലയും വിലയൊക്കെ അവൻ മറന്നു തുടങ്ങിയിരിക്കുന്നു. അതും ആ അരവിന്ദൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് രാജിയെ വിളിച്ച് പറയുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ രാജിക്ക് ആകെ മനോവിഷമായി. രാജി പറയും, അവൻ വരട്ടെ ജയപാലട്ട, അവൻ വന്നതിന് ശേഷം ഞാൻ അവനോട് തീർച്ചയായും ചോദിക്കാമെന്ന്. അപ്പോൾ ജയപാലൻ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ, സംസാരത്തിലൊരു വ്യത്യാസം പോലെയെന്ന്. അപ്പോൾ രാജി പറയും, എനിക്കെന്തോ നല്ല തലവേദന ഉണ്ടെന്ന്. എന്നാൽ ശരി, നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് ജയപാലൻ ഫോൺ കട്ട് ചെയ്യണം. അങ്ങനെ രാജി ഇരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വരുന്നത്. അങ്ങനെ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. എന്നിട്ട് രാജിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, റൂമുണ്ടോ എന്ന്. അപ്പോൾ രാജി പറയും, ഇല്ല, ഇങ്ങനെ ഊര് തണ്ടി നടക്കുന്ന ആൾക്കാർക്കൊന്നും റൂം കൊടുക്കില്ല എന്ന്. അപ്പോൾ അയാൾ പറയും, ഓ അത് ശരി, എന്താ നിൻ്റെ പിണക്ക് ദൂരം മാറിയില്ലേന്ന്. വന്നിട്ടുള്ളത് വേറെ ആരല്ല, രാജിയുടെ ഭർത്താവ് സത്യേട്ടനാണ്. അപ്പോൾ രാജിയോട് ചോദിക്കും, എന്താ നീ എന്തെങ്ങനെ വിഷമിച്ചിരിക്കണതെന്ന്. അപ്പോൾ രാജി പറയും, എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് സ്റ്റാഫ് വേണ്ടിടത്ത് വളരെ കുറച്ച് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഗസ്റ്റുകളും ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം കണ്ടില്ലേ, റിസപ്ഷനിൽ വരെ ഞാനാണ് ഇരിക്കുന്നത്. നമ്മുടെ മോന് ഇതൊന്നും അന്വേഷിക്കേണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ചോദിക്കുക, അല്ല ഛത്തീസ്ഗഡിൽ നിന്ന് എന്താ ഇത്രയും പെട്ടെന്ന് വരാൻ കാരണം, ഞാൻ വിളിച്ച് പറഞ്ഞത് കാരണമാണോ എന്ന്. അപ്പോൾ സത്യൻ പറയും, അതല്ല, ഛത്തീസ്ഗഡിൽ ഇപ്പോൾ 40 മുതൽ 45 ഡിഗ്രിയാണ് ചൂട് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ രാജേശ്വരി ചോദിക്കും, ഓ അപ്പോൾ അത് കാരണമാണല്ലേ വന്നത്, അല്ലാതെ എന്നെയും മോനെയും കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സത്യേട്ടൻ പറയുകയാണ്, അതൊക്കെ ഒരു നിമിത്തം മാത്രം, എല്ലാം കൊണ്ടും ഒത്തു വന്നപ്പോൾ ഞാൻ വന്നു, എന്താ നിൻ്റെ അങ്ങനെ വിഷമം എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്കൊരുപാട് വിഷമങ്ങളുണ്ട്, ഞാൻ സത്യേട്ടനെ പറയാൻ കുറേ വാക്കുകളൊക്കെ കരുതി വെച്ചിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് സത്യേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ സത്യം പറയും, സാരമില്ല, നീ എന്തിനങ്ങനെ വിഷമിക്കുന്നത്, ഞാൻ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അപ്പോൾ രാജേശ്വരി പറയും, സത്യേട്ട ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്, എല്ലായാലും ഒക്കെ തീർത്തിട്ട് വേണ്ട സത്യേട്ട ഇവിടെ നിന്ന് പോവാൻ എന്ന് പറയുകയാണ്. അപ്പോൾ സത്യം പറയും, ഞാനതൊക്കെ അതുപോലെ തന്നെ ചെയ്തോളാം, നീ വിഷമിക്കേണ്ട. അപ്പോൾ അങ്ങനെ വേറൊരു വണ്ടിയുടെ ഹോണടി കേൾക്കാം. നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, അങ്ങനെ നിവിനാണ്. അപ്പം നിവിൻ വന്നപ്പോൾ അച്ഛനെപ്പോൾ വന്നു, തീരെ അൺഎക്സ്പെക്റ്റഡ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് നിവിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജി ചോദിക്കും, നിങ്ങളുടെ മോനിപ്പോൾ ആകെ അഴിഞ്ഞാടി നടക്കണം, ഇപ്പോൾ തന്നെ അവൻ ചോദിച്ചു നോക്ക്, അവൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കും. അപ്പോൾ സത്യം പറയും, എവിടെയായിരുന്നെടാ എന്ന്. അപ്പോൾ നിവിൻ ഒന്നും മിണ്ടില്ല. എന്നിട്ട് അപ്പോൾ രാജേശ്വരി പറയും, ഇതൊക്കെ തന്നെ അവൻ്റെ കുഴപ്പം, ഓരോ സ്ഥലത്ത് തോന്നിയതുപോലെ ഇറങ്ങി നടക്കുകയാണ് എന്ന്. അപ്പോൾ സത്യം പറയും, നീ വിഷമിക്കേണ്ട, നിൻ്റെ പരാതികൾ, ഇവനെക്കുറിച്ചുള്ള നിൻ്റെ പരാതികളും കേൾക്കാം, നിന്നെക്കുറിച്ചുള്ള അവൻ്റെ പരാതികളും കേട്ട് എല്ലാം തീർത്തിട്ട് തന്നെ ഞാൻ പോവുള്ളൂ. അപ്പോൾ നിവിൻ പറയുന്ന അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാനൊന്ന് പോയി കുളിക്കട്ടെ എന്ന് പറയും. നിവിൻ കുളിക്കാൻ വേണ്ടി അകത്തോട്ട് പോകണം. അപ്പോൾ സത്യം പറയും, ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, ആകെ യാത്ര ചെയ്തിട്ട് നല്ല ക്ഷീണം, ഞാനൊന്ന് പോയിട്ട് കിടക്കട്ടെ, ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറയും. ശരി, എന്നാൽ നിങ്ങൾ രണ്ടുപേരും പോയി ഫ്രഷ് ആയിക്കോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോവാണ്. ഇതേ സമയം നമ്മുടെ താഴ്വാരം വീട്ടിൽ എല്ലാവരും കൂടി വട്ടളഞ്ഞ് ഇരിക്കുകയാണ്. നടുക്കൊരു കോഴീനെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് വിനീത് വരുന്നത്. അപ്പോൾ വിനീത് ചോദിക്കുക, എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ സംഗതി എന്ന്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയണത്, ജയിലിൽ കിടന്ന ആൾക്ക് നല്ല ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് കാവേരി ചിക്കൻ വാങ്ങിയിട്ട് ആരുടെ കയ്യിൽ കൊടുത്തയച്ചതാണ്, ഇതിപ്പോൾ എന്ത് വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് നിള പറയുന്നത്, നിളയ്ക്ക് ബിരിയാണി വേണമെന്ന്. അതാണ് വെച്ചെങ്കിൽ ഇവിടെ വെച്ച ആരും നന്നാവില്ല. അപ്പോൾ വിനീത് പറയും, ഓ ഇത് ബിരിയാണി വെക്കാൻ ആർക്കും അറിയില്ലേന്ന്. അപ്പോൾ ഗംഗ പറയും, ഞാൻ വെച്ച് നന്നാവില്ല, യമുനയ്ക്ക് വെക്കാൻ അറിയില്ല, അപ്പോൾ അമ്മ പറയും, ഞാൻ വെക്കാമല്ലോ പിന്നെന്താ. അപ്പോൾ ഗംഗ പറയും, അമ്മയ്ക്ക് കൈവേദനയല്ലേ, ഇനി വെറുതെ കൈവേദന കൂട്ടാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ വിനീത് പറയും, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ആർക്കും ഇത്രയും പേർക്ക് ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ വെക്കാമെന്ന്. അപ്പോൾ നിള പറയും, വിനീതായിട്ട് ബിരിയാണിയൊക്കെ വെക്കാൻ അറിയോ, പിന്നെ നിനക്ക് ഏത് വേണം, ദം ബിരിയാണി വേണോ, ഏത് തരത്തിലാണ്, കുറേ ബിരിയാണിയുടെ ലിസ്റ്റൊക്കെ പറയും വിനീത്. എന്നിട്ട് ഏത് ബിരിയാണി വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ അത് അടിപൊളിയായിട്ട് വെച്ച് തരാം. അപ്പോൾ നിള പറയും, ശരിക്കും അതെയോ, വിനീതേട്ടന് ബിരിയാണിയൊക്കെ വെക്കാൻ അറിയാമല്ലേ, അതെ എന്ന് പറയും. അങ്ങനെ വിനീത് നമ്മുടെ കോഴീനൊക്കെ എടുത്തിട്ട് അടുക്കളയ്ക്ക് പോവാണ്. യഥാർത്ഥത്തിൽ അവന് ബിരിയാണി വയ്ക്കാൻ അറിയൊന്നുമില്ല, ഒരു പരീക്ഷണം യൂട്യൂബ് നോക്കി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിനീത് നിൽക്കുന്നത്. അപ്പോൾ
ഇത് ഗംഗ ചോദിക്കുന്നുണ്ട്, വിനീതേട്ടാ ഇന്നെല്ലാവരും പട്ടിണി ആക്കില്ലല്ലോ അല്ലേ? അപ്പോൾ വിനീത് ഏതൊക്കെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ പുതിയൊരു ക്യാരക്ടർ വരികയാണ്. വേറെ ആരുമല്ല, രാഗിണിയാണ്. ജയപാലൻ്റെ മകൾ രാഗിണി ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ കാർ ഓടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ വരുന്നതിൻ്റെ മുന്നിൽ രാഗിണി കാർ ഓടിച്ച് വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മുടെ കാവേരി സ്കൂട്ടി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാഗിണിയല്ലേ ജയപാലൻ്റെ മോഡൽ, അവിടെ പോയിട്ട് കാവേരീനെ ഒന്ന് തട്ടി ഇടും. അങ്ങനെ കാവേരി എണീക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഇവളുടെ വണ്ടിയുടെ ഡോറ് തുറന്നിട്ട് പോയിട്ട് കാവേരിയോട് ചോദിക്കും, എന്താണ് കാവേരി, ഒരു സഹായം വേണോ എണീക്കാൻ? അപ്പോൾ കാവേരി, രാഗിണി നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കും. ഓ അതൊക്കെ ഞാൻ വന്നു. അപ്പോഴേക്കും കാവേരി എണീക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വന്നു. നിങ്ങൾക്കൊക്കെ നീ എൻ്റെ അച്ഛനെ വെല്ലുവിളിച്ച് നടക്കുകയാണെന്ന് പറയുന്നത് കേട്ടല്ലോ. നിൻ്റെ അച്ഛൻ്റെ സ്വത്ത് എൻ്റെ അച്ഛൻ തട്ടിയെടുത്തു എന്നോ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് രാഗിണി തുടങ്ങുകയാണ്. കാരണം രാഗിണി പറയും, ഓ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ് കാവേരി. അച്ഛൻ 4 പെൺമക്കൾ, ആകെ അച്ഛന് ജീവിക്കാൻ ഉണ്ടായിരുന്ന വരുമാനം കൂലിപ്പണി. പിന്നെ അച്ഛൻ മരിച്ചല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ സ്വത്ത് തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കഥയും മെനഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നിക്കുക. പിന്നെ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമല്ലേ? ഒന്നുമില്ല, ഇനി ഈ 4 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇല്ലാക്കഥയും മെനഞ്ഞ് നീ വന്നിരിക്കുകയല്ലേ? പിന്നെ ഇത്രയും കാലം എൻ്റെ അച്ഛൻ്റെ എച്ചിൽ തിന്ന് നിങ്ങൾ വളർന്നു, ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ എന്നായപ്പോൾ ഓരോ കള്ളക്കഥയും മെനഞ്ഞ് വന്നിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് രാഗിണി. അങ്ങനെ കാവേരി പറയും, എടി നിന്നെ നിൻ്റെ അച്ഛൻ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് പിടിക്കാനും എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ 1-2 പറഞ്ഞു വന്നപ്പം കാവേരി എന്ത് ചെയ്യും, രാഗിണീനെ തട്ടി നിലത്തേക്കിടും. അപ്പോൾ കാവേരി ചോദിക്കും, എന്നിട്ട് രാഗിണി എന്തേ നിനക്ക് എണീക്കാൻ ഈ കണ്ണൂർക്കാരൻ അരവിന്ദൻ്റെ മകൾ കാവേരിയുടെ കൈസഹായം ആവശ്യമാണോ എന്ന് പറയും. അപ്പോൾ രാഗിണി ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് എണീക്കുകയാണ്. അങ്ങനെ രാഗിണിയും നമ്മുടെ കാവേരിയും തമ്മിലൊരു അംഗം കുറിച്ചിട്ടാണ് നിൽക്കുന്നത്. കാവേരി പറയുകയാണ്, നിൻ്റെ അച്ഛൻ്റെ സ്വത്ത് തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിൽ തിന്ന പട്ടിയുടെ ചിറി നക്കി തിന്നുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്കും അതിൻ്റെ പലിശയും സഹിതം വന്നിട്ട് നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ബംഗ്ലാവിൽ വന്ന് കണക്ക് പറഞ്ഞ് ചോദിച്ച് വാങ്ങാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് രാഗിണിയുടെ വായടപ്പിക്കുകയാണ് കാവേരി. എന്നിട്ട് പറയും, നീ ഒന്ന് പോടി, വല്ലാതെ വർത്താനം പറയാതെ എന്ന് പറഞ്ഞ് രാഗിണിയെ വഴക്ക് പറയുകയാണ് കാവേരി. അങ്ങനെ കാവേരി മെല്ലെ സ്കൂട്ടി എടുത്ത് പോകാൻ നോക്കുമ്പോൾ രാഗിണി ദേഷ്യത്തിൽ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ചളി കാവേരിയുടെ ദേഹത്ത് തെറിപ്പിച്ചിട്ട് പോവാണ്. അങ്ങനെ വളരെ അരിശത്തിലാണ് കാവേരി. ഇതേ സമയം നമ്മുടെ വിനീത് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയിലേക്ക് ഗംഗ വന്ന് നോക്കുകയാണ്. ഗംഗ വന്ന് നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ ചോദിക്കും, എന്താ വിനീതേട്ടാ ഇത് ഇവിടെ കിടന്ന് കാണിച്ചിരിക്കുന്നത് എന്ന്. ഓ അതൊക്കെ നോക്കിയ ബിരിയാണി, അടിപൊളി ബിരിയാണി, നീ നോക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ ഗംഗ ചോദിക്കും, ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണിയാക്കൂ വിനീതേട്ടൻ? ഇല്ല ഒന്നും, അതൊക്കെ അടിപൊളിയാവും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഗംഗേനെയും നിളയനെയും അടുക്കളയിൽ നിന്ന് തള്ളി പറഞ്ഞയക്കുകയാണ് നമ്മുടെ വിനീത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ യമുനയെ കാണാൻ വേണ്ടി നിവിൻ കോളേജിലോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.